ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് ഞങ്ങളുടെ ഇലക്ഷൻ അനലിസ്റ്റ് കിരൺ ബാബു ആണ്. കിരൺ, ഇന്ന് ഏതാണ്ട് 1 മണിക്കൂർ 40 മിനിറ്റ് നീളുന്ന പ്രസംഗമാണ് പ്രധാനമന്ത്രി സഭയിൽ നടത്തിയത്. അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. കോൺഗ്രസിനെ അളവറ്റ് പരിഹസിക്കുന്ന, ഇത്ര നേരത്തെ മുതൽ തന്നെ പരിഹസിക്കും എങ്കിൽ പോലും അളവറ്റുള്ള പരിഹാസവുമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു മൂന്നാം ഊഴം ഉറപ്പിക്കുകയാണോ പ്രധാനമന്ത്രി? രേണുക, സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് തരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒന്ന്, ഇതൊരു വലിയ മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. ആ മത്സരത്തിനുള്ള ആയുധങ്ങളെല്ലാം എടുത്ത് തയ്യാറായി നിന്നുകൊണ്ട് നിരന്തരം ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയുള്ള ഒരു മത്സരം. ഈ കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെയായിരുന്നു BJP. പ്രധാനമായും അന്ന് കോൺഗ്രസ് ഒരു ഭാഗത്ത് വലിയ അജണ്ടകളൊക്കെ സെറ്റ് ചെയ്യുന്നു, അതിന് പിന്നാലെയൊക്കെ ചിലപ്പോൾ BJPക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വരുന്നു. BJPയും കോൺഗ്രസും ഒരു വലിയ ഫൈറ്റിംഗ് മൂഡിൽ നിന്നുകൊണ്ടാണ് മത്സരിച്ചത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനായാസമായ ഒരു ജയം സാധ്യമായി. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ മാർഗമാണ് BJP ഉപയോഗിക്കുന്നത്. കാരണം ആദ്യം തന്നെ ജയിച്ചു എന്നൊരു ആത്മവിശ്വാസം ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുക. ഞങ്ങൾ വിജയത്തിന് വേണ്ടി ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടതില്ല, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു നിൽക്കുന്ന ഒരു മുന്നണിയാണ്. ഏത് തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചാലും സാധാരണ ഇതിൽ ഇങ്ങനെ 2 രീതിയാണ്. ഒന്ന്, വലിയ ഫൈറ്റിന്റെ മൂഡ് ഉണ്ടാക്കുക. 2, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള പ്രതീതി ഉണ്ടാക്കുക. ഇവിടെ വളരെ കൃത്യമായും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു പ്രതീതിയിലേക്കാണ് നരേന്ദ്രമോദി ആയാലും BJP ആയാലും പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ബജറ്റ് പ്രസംഗം തന്നെ. ബജറ്റിൽ അങ്ങനെ വലിയ ജനങ്ങളെ വോട്ടുറപ്പാക്കുന്ന വലിയ പ്രഖ്യാപനങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായില്ല. ഒരു സാധാരണ ബജറ്റ് പോലെ തന്നെ ഒരു ബജറ്റ്. അങ്ങനെ ഞങ്ങൾക്ക് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബജറ്റിലേക്ക് എന്തെങ്കിലും പുതിയ പ്രഖ്യാപനം നടത്തി വോട്ടുറപ്പിക്കേണ്ടതില്ല, അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിനേക്കാൾ വലിയ സന്ദേശമാണ് ജയിക്കാൻ പോവുകയാണ്. ഇന്ന് തന്നെ നരേന്ദ്രമോദി പറഞ്ഞത് 370 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടും, 400 സീറ്റുകളിന് മേൽ നേടും NDA സഖ്യകക്ഷി എന്നുള്ളതാണ്. ചില NDA 400 സീറ്റിന് മേൽ നേടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യൻ ഭരണഘടനയിലടക്കം ഏത് തരത്തിലേക്കുള്ള മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യയിൽ ഒരു വലിയ 4-3 ഭൂരിപക്ഷത്തിലേക്ക് NDA നീങ്ങുന്നു എന്നൊരു ആത്മവിശ്വാസം ഇങ്ങനെ ജനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു തന്ത്രമാണ് വളരെ കൃത്യമായും തന്നെ ഇപ്പോൾ BJPയും നരേന്ദ്രമോദിയും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലൊക്കെ ഈ ഭാരത് ജോഡോ യാത്രയിലേക്ക് ഉയർത്തിയ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ ആരോപണങ്ങളൊക്കെ മറുപടി പറഞ്ഞിരുന്നവർ ആ മറുപടിയൊക്കെ പൂർണ്ണമായും വിട്ടുകളഞ്ഞിട്ട് ഞങ്ങൾ ജയിക്കാൻ പോകുന്നവരാണ്, നിങ്ങളെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോപണത്തിന് മറുപടി പറയാൻ പോലും അർഹമല്ല എന്ന തരത്തിലേക്കൊക്കെ മാറുന്നത്. അത് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ കൂടി ഭാഗമായി തന്നെ വേണം. അങ്ങനെ ഒരു സ്ട്രാറ്റജി ആണ് ഇത്തവണ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുമുള്ളത്.